സ്വാമി, ഇപ്പോ സന്തോഷമുണ്ടാക്കുന്ന രാഗമേതെന്ന് അങ്ങ് സന്തോഷത്തോടെ വായിക്കുന്ന കേൾക്കണമെന്നുണ്ട്. മണ്ടോദരി, സന്തോഷം ഉളവാക്കുന്ന രാഗം നാട്ട. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ആലപിക്കാം. മണ്ടോദരി, ഈ നാട്ടരാഗം മനസ്സിനെ എങ്ങനെയാണ് സന്തോഷത്തിൽ ആറാടിക്കുന്നത് നീ കണ്ടില്ലേ? ഇത് ആലപിച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ശരി, ഇനി ഏത് രാഗമാണ് ആലപിക്കേണ്ടത്? സ്വാമി, ശോകമുളവാക്കുന്ന രാഗമേതാണോ അത് ആലപിച്ചാലും. എന്ത്? ശോകമുളവാക്കുന്ന രാഗമോ? മണ്ടോദരി, ഈ സന്തോഷകരമായ നിമിഷത്തിൽ അതെന്തിനാണ് ഞാൻ ആലപിക്കുന്നത്? കയ്പിനെ പറ്റി അറിഞ്ഞാലല്ലേ കരിമ്പിൻ മധുരത്തെ അറിയാൻ സാധിക്കൂ. രാക്ഷസിമാരെ വന്നാലും. മഹാരാജാവേ, മഹാരാജാവേ! ആര്? അശോകവനത്തിലെ കാവൽ നാരികളോ? ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? നമ്മുടെ അശോകവനത്തിലേക്ക് ഒരു വലിയ കുരങ്ങ് വന്നിരിക്കുകയാണ് മഹാരാജാവേ. അത് മനുഷ്യനെ പോലെയാണ് സംസാരിക്കുന്നത്. എല്ലാവരെയും ഭയപ്പെടുത്തി മഹാരാജാവേ. അശോകവനത്തെ തന്നെ നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. എന്ത്? കമ്പെടുത്താൽ ഓടുന്ന കുരങ്ങ് വന്ന് കോലാഹലത്തോടെ നിൽക്കുന്ന നമ്മുടെ അശോകവനം നശിപ്പിക്കുമെന്നോ? നിങ്ങൾ ചെന്ന് ആ കുരങ്ങ് വീണ്ടും നാശമുണ്ടാക്കാതെ സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ മന്ത്രി മഹോദരനോട് പറഞ്ഞ് അതിനെ പിടിച്ചു കെട്ടാൻ വീരന്മാരെ അയക്കാം. ഉത്തരവ് മഹാരാജൻ. മണ്ടോദരി, നമ്മുടെ അനുവാദമില്ലാതെ ഒരു കുരുവിക്ക് പോലും പറക്കാൻ കഴിയാത്ത ഈ ലങ്കയ്ക്കുള്ളിൽ കുരങ്ങ് എങ്ങനെയാണ് വന്നത്? പ്രഭു, അവിടുന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുവന്നില്ലേ? അപ്പോൾ തന്നെ ആ പവിത്രയായ നാരിയുടെ കണ്ണുനീർ വലിയ അഗ്നിയായി മാറി അങ്ങയെ നിഴൽ പോലെ പിന്തുടർന്നു വന്നതായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ അതുകൊണ്ട് അങ്ങേക്കും നമ്മുടെ നാടിനും സങ്കടങ്ങൾ ഏതും വരാതിരിക്കാൻ വേണ്ടിയാണ് ഭഗവാനെ സ്തുതിച്ചു പാടാൻ ഈ വീണ ഞാൻ എടുത്തത്. തന്ത്രികൾ പൊട്ടിയപ്പോൾ അരുതാത്തതെന്തോ നടക്കാൻ പോവുകയാണെന്ന് ഞാൻ അപ്പോഴേ ഭയപ്പെട്ടു. എന്നാൽ അങ്ങയോ സംഗീതം എല്ലാ ഭയത്തെയും ദൂരീകരിക്കുമെന്ന് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്താൻ ഇത്രയും നേരം ആലപിച്ചുകൊണ്ടിരുന്നു. അങ്ങയുടെ തത്വങ്ങളെല്ലാം മറികടന്ന് സീതയുടെ ശാപം ഒരു കുരങ്ങിന്റെ രൂപത്തിൽ വന്നിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ലങ്കയുടെ നാശത്തെ തടുക്കാൻ ഏത് രാഗമാണ് പാടാൻ പോകുന്നത് പ്രഭു? ഏത് രാഗമാണ് പാടാൻ പോകുന്നത്? മണ്ടോദരി, പഴക്കൂട് കണ്ടു കഴിഞ്ഞാൽ കുരങ്ങുകൾ പാഞ്ഞു വരുന്നത് സഹജമാണ്. അതുപോലെ അശോകവനത്തിലെ മനോഹരമായ കനിവൃക്ഷങ്ങൾ കണ്ട് ആ കുരങ്ങ് അവിടെ വന്നതായിരിക്കാം. അടിച്ചോടിച്ചാൽ അത് പോവുക തന്നെ ചെയ്യില്ലേ? ആ കുരങ്ങ് സീതയുടെ ശാപമാണെന്ന് നീ പറയുന്നത് കേട്ടാൽ തോന്നും എങ്ങനെയെങ്കിലും സീതയെ ഇവിടുന്ന് പറഞ്ഞയക്കുവാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ നിനക്കുള്ള അസൂയാണ് ഇവിടെ വെളിവാകുന്നത്. പ്രഭു, ഞാൻ ഒരാളാണ് അങ്ങയുടെ പട്ടമഹിഷിയെങ്കിലും ഞാനല്ലാതെ താങ്കൾക്ക് വേറെയും പത്നിമാരുള്ള കാര്യം എനിക്കറിയാമല്ലോ. മണ്ടോദരി, അവരെ വിവാഹം ചെയ്തതിനാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹവും താല്പര്യങ്ങളും ഒരിക്കലും കുറഞ്ഞിട്ടില്ലല്ലോ. അവരും എനിക്ക് വെല്ലുവിളിയായി വന്നല്ലോ എന്നോർത്ത് ഞാനും അസൂയപ്പെട്ടിട്ടില്ലല്ലോ. അവരെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഇന്ന് വരെ അങ്ങയെ വെറുക്കുകയോ ബുദ്ധി ഉപദേശിക്കുകയോ ചെയ്യാൻ ഞാൻ വന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ടെന്നറിയുമോ? അവരത്രയും പേരും ഉയർന്ന രാജകുടുംബത്തിലെ നാരികളായതുകൊണ്ട് മാത്രമല്ല, അവരെല്ലാവരും തന്നെ അങ്ങയുടെ ധീരതയിലും സൗന്ദര്യത്തിലും കഴിവിലും മയങ്ങി എന്നെപ്പോലെ തന്നെ അങ്ങയെ വിശ്വസിച്ച് വിവാഹം കഴിച്ചു വന്നവരാണ്. എന്നാൽ സീത അങ്ങനെയല്ല. അവളൊരു സന്യാസിയുടെ പത്നിയാണ്, പതിവ്രതയുമാണ്. അവളുടെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി അവളെ താങ്കൾ അപഹരിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ അസൂയ കൊണ്ട് പറഞ്ഞതല്ല. ആ പവിത്രവതിയുടെ ശാപം നമ്മയെല്ലാം ചുട്ടരിക്കാൻ ഏത് രൂപത്തിലും വരാം. അതിനു മുമ്പ് അവളുടെ നാഥന്റെ അടുത്ത് അവളെ കൊണ്ടുപോയി വിടൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മണ്ടോദരി, ശാപങ്ങളെ ഭയപ്പെടുന്നവനായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും വലിയ സാമ്രാജ്യ അധിപതിയായി ഇരിക്കുവാനേ കഴിയില്ല. മാത്രവുമല്ല, ഈ രാവണൻ എടുത്തുകൊണ്ട് വന്നത് തിരിച്ചു കൊടുത്തതായി യാതൊരു ചരിത്രവും തന്നെയില്ല. അതുപോലെ സീതയുടെ കാര്യത്തിലും എന്റെ മനസ്സിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. ആയതിനാൽ അവളുടെ പ്രശ്നത്തിൽ എനിക്ക് ബുദ്ധി ഉപദേശിക്കുന്നത് ഇന്നത്തോടെ നിർത്തിക്കൊള്ളൂ. ഞാൻ ചെന്ന് ആ ദുഷ്ടക്കുരങ്ങിനെ വെട്ടിയരിയാനായി വീരന്മാരെ പറഞ്ഞയച്ചിട്ട് വരാം. ആ കുരങ്ങ് എവിടെയാണെന്ന് കാണിക്കാം. ഇതാണ് ആ കുരങ്ങ്.
ഡാ കുരങ്ങേ, ഇവിടെ വാടാ. ആരാ നീ? എന്തിനാ ഇവിടെ വന്നത്? എന്തിനാണെന്നോ പറയാമല്ലോ. എല്ലാ ജീവനുകളും സൃഷ്ടിക്കുന്നവനാണ് ബ്രഹ്മാവ്. ജീവൻ എടുക്കുന്നവൻ യമൻ. സൃഷ്ടിക്കുന്നവനേക്കാൾ കൂടുതൽ എടുക്കുന്നവന്റെ അടുത്തായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ആ യമന്റെ അടുത്തേക്ക് തന്നെ ചെന്ന് എന്നെപ്പറ്റി ചോദിച്ചറിഞ്ഞുകൊള്ളുക. അവന്റെ ഒരു ചോദ്യം കേട്ടില്ലേ? അവനെ വധിക്ക്. അവനെ വെറുതെ വിടരുത്. അവനെ വെറുതെ വിടരുത്. അവനെ വധിക്ക്. അവനെ വെറുതെ വിടാൻ പാടില്ല. എടാ മഹാഭാവി, നീ എല്ലാവരെയും വധിച്ചുവല്ലോ. നിൽക്ക്. ഇപ്പോൾ തന്നെ ഞാൻ എന്റെ രാജാവിന്റെ അടുത്ത് പറഞ്ഞ് പടയെ കൂട്ടിക്കൊണ്ടുവന്ന് നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നോക്കിക്കോ. ഓഹോ, ചെന്ന് പറയുക. ഇവിടെ സംഭവിച്ചതെല്ലാം നീ രാവണനെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നിന്നെ ഞാൻ ബാക്കി വച്ചത്. നീ ചെന്ന് 100 പേര് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവാ. പോക. നിനക്ക് ഇത്രയും ധിക്കാരമോ? ദാ വരുന്നു. രാം 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 രാം. ശംഭുമാലി, നിങ്ങളെ എന്തിനാണ് ഇവിടേക്ക് വിളിപ്പിച്ചതെന്ന് അറിയാമോ? താങ്കളുടെ പിതാവ് പ്രഗസ്തൻ വലിയ വീരനാണ്. യുദ്ധകലകളെല്ലാം അറിഞ്ഞവൻ തന്നെയാണ്. നമ്മുടെ മാതൃപിതാവായ സുമാലിയുടെ പുത്രനായിരുന്നിട്ട് പോലും എന്റെ ക്ഷേമത്തിൽ ദയ തോന്നി എന്റെ പടകളുടെ തലവനായി സേവനമനുഷ്ഠിച്ചു. കുബേരന് സ്വന്തമായ ഈ തിരുകുട മലയിൽ നിന്ന് അവനെ വിരട്ടി ഓടിച്ച് ഇതെന്റെ രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറ്റിത്തന്നു. അത്രയും മഹാനായ ഒരു വലിയ വീരന്റെ പുത്രനാണ് നീ. നിന്റെ പിതാവിനെ പോലെ തന്നെ യുദ്ധകലകളിൽ മികവുള്ള നിന്നെ എന്റെ പടകളുടെ 5 സേനകളുടെയും തലവനായി നിയമിക്കാൻ പോകുകയാണ്. വളരെ സന്തോഷം മഹാരാജാവേ. മഹാരാജാവേ. ആര്? സീതയുടെ കാവൽക്കാരിയോ? അതിരിക്കട്ടെ, ആ കുരങ്ങിനെ നമ്മുടെ വീരന്മാർ വധിച്ചുവോ? ഇല്ല മഹാരാജാവേ, ആ കുരങ്ങനാണ് നമ്മുടെ വീരന്മാരെ എല്ലാം വധിച്ചു കളഞ്ഞത്. ഞാൻ മാത്രമാണ് ഓടി രക്ഷപ്പെട്ടു വന്നത്. എന്ത്? വെറുമൊരു ചാവാലി കുരങ്ങ് നമ്മുടെ വീരന്മാരെയും ദാസികളെയും വധിച്ചുവെന്നോ? അതെ. ഏതോ ഒരു കാട്ടുകുരങ്ങ് നമ്മുടെ അശോകവനത്തിലേക്ക് വന്ന് നമ്മുടെ വീരന്മാരെയും ദാസികളെയും വധിച്ച് നാശം വിതയ്ക്കുവാണത്രേ. അല്പം ക്ഷമിക്കൂ. എന്തായാലും പോവുകയല്ലേ, സേനാധിപതിയായി തന്നെ പോകൂ. മണ്ടോദരി. അടിയനെ വിളിച്ചുവോ പ്രഭു? അനുജൻ ശംഭുമാലിക്കന്റെ ആശംസകൾ. മണ്ടോദരി, നമ്മുടെ സ്നേഹനിധിയായ ശംഭുമാലിയെ നമ്മുടെ രാജ്യത്തിന്റെ സേനാധിപതിയായി നിയമിച്ചിരിക്കുകയാണ്. ആ പദവിയുമായി ബന്ധപ്പെട്ട വീരവാളിനെ നിന്റെ പൊൻകരങ്ങളാൽ എടുത്തുകൊണ്ടുവരൂ. ദേവി, എന്താണ് ചിന്തിക്കുന്നത്? വേറൊന്നുമല്ല പ്രഭു. നമ്മുടെ ഈ മഹാരാജ്യത്തിന്റെ സേനാധിപതിയായി നിയമിക്കപ്പെടുന്ന അങ്ങയുടെ അനുജൻ തുടക്കത്തിൽ തന്നെ ഒരു കുരങ്ങിനെ വധിക്കണമോ എന്നാണ് ആലോചിക്കുന്നത്. അതൊരു സാധാരണ കുരങ്ങെന്ന് നീ വിചാരിക്കുന്നു. എന്റെ ചിന്തയിൽ നമ്മുടെ ശത്രുക്കളായ ദേവന്മാർ, മുനിവലിയന്മാർ മുതലായവരിൽ ആരെങ്കിലും വേഷം മാറി കുരങ്ങിന്റെ രൂപത്തിൽ വന്നതാണെങ്കിലോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രൂപം സൃഷ്ടിച്ചയച്ചതാകാനും സാധ്യതയുണ്ട്. അതിപ്പോ എന്താണെങ്കിലും ശരി, നീ പോയി ആ വീരവാൾ എടുത്തുകൊണ്ടുവാ. ശരി, എടുത്തുകൊണ്ടുവരാം. ശംഭുമാലി, ഇന്നു മുതൽ നിന്നെ നമ്മുടെ പടകളുടെ എല്ലാം സേനാധിപതിയായി നിയമിക്കുകയാണ്. ഈ സന്തോഷത്തോടൊപ്പം ചെന്ന് ആ കുരങ്ങിനെ തുണ്ടായി വെട്ടി കടലിലേക്ക് വലിച്ചെറിഞ്ഞ് നമ്മുടെ രാജ്യസഭയിലേക്ക് നല്ല സന്ദേശവുമായി വരൂ. നിന്നെ ഞാൻ പൊന്മാല അണിയിക്കാം. സ്വീകരിച്ചാലും. വന്നത് കുരങ്ങാണോ? എന്റെ പതിക്കേറ്റ ശാപമാണോ? ഭഗവാനെ. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണിത്. അന്ന് വിളയാട്ടെന്ന വണ്ണം എന്റെ പതി ചെയ്തത് ഇന്ന് വിനയായി വന്നിരിക്കുകയാണല്ലോ. മുക്കാലവും അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന എന്റെ നാഥൻ ഇന്ന് എന്ത് കാരണം കൊണ്ടാണ് ശക്തമായ ലങ്കയ്ക്കുള്ളിൽ കുരങ്ങ് വന്നത് എന്നറിയാതെ ഓരോന്ന് ചെയ്യുകയാണ്.
അഗ്നി കയ്യിലേന്തി ആടുന്ന ഭഗവാനെ, സ്വപ്നത്തിൽ വാനരന്മാർ വന്നാൽ പോലും ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാവുമെന്നാണല്ലോ. ഇന്ന് യഥാർത്ഥത്തിൽ ഒരു വാനരൻ വന്ന് ഞങ്ങളുടെ നാട് നശിപ്പിക്കുകയാണല്ലോ. ഇതാണോ എന്റെ പതിക്ക് അന്ന് കൈലാസത്തിൽ വെച്ച് നന്ദിദേവൻ കൊടുത്ത ശാപം? ദൈവമേ, എങ്ങും നിറഞ്ഞ പരമ്പൊരുളെ, സർവേശ്വര, ഏകാന്തമൂർത്തിയെ, അഖില ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന അതീന്ദ്രിയ ജ്ഞാനമേ, നീയും നന്ദിദേവനും വെവ്വേറെയല്ലോ. അന്ന് നന്ദിയുടെ രൂപത്തിൽ നീ കൊടുത്ത ശാപമാണോ ഇന്ന് വാനര രൂപത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ നീ തന്നെയാണോ രൂപത്തിൽ വന്നിരിക്കുന്നത്? സദാശിവ, അഹങ്കാരത്തിൽ എന്റെ പതി നിന്റെ കൈലാസ പർവ്വതം തന്നെ ഉയർത്തിയെടുത്തു. പിന്നീട് തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് സാമഗാനം ആലപിച്ച് അങ്ങയുടെ പ്രീതി നേടി. ആ ദേവഗാനത്തിൽ സന്തുഷ്ടനായി അദ്ദേഹം ചോദിച്ച വരം നൽകിയ വിശ്വേശ്വര, ലോകമെങ്ങും നാശത്തിലാണ്ടു പോകാതിരിക്കാൻ സുരക്ഷാ വലയം തീർത്തരുളിയ മഹേശ്വര, എന്നെയോ നന്ദിദേവനെയോ മനസ്സിലാക്കാതെ അങ്ങ് എന്റെ പതി ചെയ്ത തെറ്റുകൾക്കൊക്കെയും ഇന്ന് ഞാൻ നിന്റെ സമക്ഷം 1000 തവണ മാപ്പ് ചോദിക്കുകയാണ്. എന്റെ ആൾക്കാരും ഞാനും ഈ നാട്ടിലെ പ്രജകളും ആരെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിച്ച് ഞങ്ങളുടെ നാടിന് ഒരബദ്ധം വരാതെ കാക്കണമേ. ശാപം നിറവേറ്റാൻ വന്ന വാനരൻ മൂലം എന്റെ പതിക്ക് യാതൊരു ആപത്തും വരാതെ തടുത്ത് എന്റെ സിന്ദൂര രേഖയെ കാക്കണമേ ഭഗവാനെ, കാത്തരുളണേ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. മണ്ടോദരി, വന്നാലും പ്രഭു, രാജ്യസഭയിൽ നിന്ന് പെട്ടെന്ന് മടങ്ങി വന്നതെന്താണ്? ദേവി, നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ഒരു സുവർണ രാജ്യമല്ലേ? ഇവിടെ എല്ലാവരും യാതൊരു കുറവുമില്ലാതെ സന്തോഷത്തോടെ വാഴുന്നതിനാൽ എനിക്ക് ജോലികൾ കുറവല്ലയോ? അതുകൊണ്ടാണ് ഉടൻ തന്നെ തിരിച്ചു വന്നത്. പ്രഭു, നമ്മുടെ രാജ്യം എപ്പോഴും ഇതുപോലെ സന്തുഷ്ടമായ രാജ്യമായിരിക്കണം. അങ്ങനെയുള്ള ഈ രാജ്യത്ത് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ദേവി, അഖിലത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെ നവഗ്രഹങ്ങളാണ്. ഞാനത് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെയുള്ള ആ 9 ഗ്രഹങ്ങളെയും എന്റെ സിംഹാസനത്തിലേക്ക് കയറി ചെല്ലുന്ന ചവിട്ടുപടികളാക്കി അടക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഉദിക്കുകയില്ല. നീ പേടിക്കണ്ട. മഹാരാജാവേ, മഹാരാജാവേ, മഹാരാജാവേ! എന്തിനാണ് ഇങ്ങനെ പതറിക്കൊണ്ട് ഓടി വരുന്നത്? മഹാരാജാവേ, മഹാവീരനായ ശംഭുമാലിയെയും അശോകവനത്തിന്റെ മേൽനോട്ടക്കാരെയും ആ കുരങ്ങ് വധിച്ചിരിക്കുന്നു. എന്ത്? പതറാത്ത പർവ്വതങ്ങളെപ്പോലും തന്റെ തോളുകൾ കൊണ്ട് ഇടിച്ച് തകർക്കുവാൻ കഴിവുള്ള എന്റെ അനുജൻ ശംഭുമാലിയെ വെറുമൊരു പീറ കുരങ്ങ് വധിച്ചുവെന്നോ? അതെ മഹാരാജാവേ, ഞാൻ മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അങ്ങയോട് ഇത് പറയാൻ ഇവിടേക്ക് വന്നത്. ഭീരു, കുരങ്ങിനെ വധിച്ചിട്ട് വന്ന ആ വീരവാർത്ത എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ നിനക്കൊരു പൊന്മാല ഞാൻ പാരിതോഷികമായി നൽകുമായിരുന്നു. ഒരു മഹാവീരനെ വധിച്ചിട്ട് ആ വിവരം ഒളിച്ചോടി വന്ന് എന്നോട് പറയുന്നു നീ? എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോളൂ നീ. പ്രഭു, വന്നിരിക്കുന്നത് വാനരൻ തന്നെയാണോ? അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ വന്ന വിധിയുടെ മാരക രൂപമാണോ എന്ന് താങ്കൾ ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. മണ്ടോദരി, നീ എന്താണ് പറയുന്നത്? വന്ന വിനയെ മനസ്സിലാക്കി ഇനി വരാൻ പോകുന്ന വിനയെ തിരിച്ചറിഞ്ഞ് ഇനി ഒരപരാധവും ചെയ്യല്ലേ എന്നാണ് പറഞ്ഞു വരുന്നത്. മണ്ടോദരി! പ്രഭു, തോൽപ്പിക്കാൻ കഴിയാത്ത നമ്മുടെ വീരന്മാരെയെല്ലാം ഒരു കുരങ്ങൻ വധിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ അതൊരു സാധാരണ കുരങ്ങായിരിക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ സംശയിച്ചിരുന്നു. അതുകൊണ്ടാണ് ശംഭുമാലിയെ അങ്ങ് അയച്ചപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചത്. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മൃത്യു എന്റെ സംശയത്തെ ഉറപ്പിച്ചിരിക്കുകയാണ്. ആയതിനാൽ ആ ശക്തിശാലിയായ വാനരൻ ആരാണ്? എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്ന് നമ്മുടെ വീരന്മാരെയെല്ലാം വധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നന്നായി ആലോചിച്ച് അന്വേഷിച്ചറിഞ്ഞതിനു ശേഷം അതിനെ പിടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ദേവി,
എതിരാളികൾ വാൾ ഊരി നിൽക്കുന്ന സമയത്ത് അവന്റെ ചരിത്രമറിയാൻ ശ്രമിക്കുന്നത് വെറും വിഡ്ഢിത്തമാണ്. അതുപോലെ ആർക്കും വരാൻ കഴിയാത്ത ഈ ലങ്കയിലേക്ക് വന്ന് ഇത്ര പേരെയും വധിച്ച ആ പീറക്കുരങ്ങിനെ പറ്റി ഞാൻ അറിയാൻ ശ്രമിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. മൃത്യു വരിച്ചവരുടെ കല്ലറയ്ക്ക് മുന്നിൽ ആ കുരങ്ങിനെ വെട്ടിയരിഞ്ഞ് രക്തബലി കൊടുക്കുന്നതാണ് ഞാൻ അവരോട് കാട്ടുന്ന ഏറ്റവും വലിയ നന്ദി. ദൈവമേ, പിതാവിനും എന്റെ പ്രിയപ്പെട്ട മാതാവിനും എന്റെ വിനീതമായ പ്രണാമം. വരൂ അക്ഷയ. വാ അക്ഷയകുമാര, ഈ ലങ്കാധിപതിയായ രാവണന്റെ കുലം രക്ഷിക്കാൻ പിറന്ന ഇളയ രാജകുമാര, വന്ന് കാര്യം പറഞ്ഞാലും. പിതാവേ, ഞാൻ കേട്ട കാര്യങ്ങളെല്ലാം സത്യമാണോ? എന്താണ് കേട്ടത്? എവിടെ നിന്നോ ഒരു കുരങ്ങ് വന്ന് നമ്മുടെ അശോക വനത്തെയെല്ലാം നശിപ്പിച്ച് നമ്മുടെ അസുരന്മാരെയെല്ലാം വധിച്ചു എന്ന് ഞാൻ കേട്ടു. അതേ പുത്ര. ആരാണത്? എവിടെ നിന്ന് വന്നു അത്? ആരാണ് അയച്ചത് എന്നൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ചോദിക്കാതെ ഇനിയും ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തിനാണ് പിതാവേ? ഞാൻ അങ്ങനെ നോക്കിയിരിക്കുകയല്ല പുത്ര. അതിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ അയച്ച വീരന്മാരെയെല്ലാം അത് യമലോകത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കുരങ്ങനല്ല. നമ്മുടെ ശത്രുക്കളിൽ ആരോ ഒരാൾ പക വീട്ടുവാനായി ആ കുരങ്ങിന്റെ രൂപം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആജ്ഞ തന്നാലും ഞാൻ തന്നെ ശീഘ്രം ചെന്ന ആ കുരങ്ങിനെ കരം വേറെയായി പാദം വേറെയായി വെട്ടിയെടുത്തുകൊണ്ട് നമ്മുടെ അസുരന്മാർക്ക് ഇരയായി കൊടുക്കാം. അക്ഷയ, മണ്ടോദരി, കൊള്ളാം പുത്ര, അങ്ങനെ തന്നെ ചെയ്യ്. ആ കുരങ്ങിന്റെ രുതിരം ഈ മണ്ണിൽ പതിച്ചാലും ഒരു വിരോധി ചിലപ്പോൾ മുളച്ചു വരാം. ആയതിനാൽ ആ കുരങ്ങിന്റെ രക്തം തളികയിൽ ശേഖരിച്ച് ആരോടെങ്കിലും പാനം ചെയ്യാൻ പറയൂ. പുറപ്പെടൂ പുത്ര. പോയി വരാം പിതാവേ. വിട തന്നാലും മാതാവേ, വിജയിച്ച് തിരിച്ചു വരാൻ ഞാൻ. പ്രഭു, മഹാന്മാരായ വീരന്മാരെ എല്ലാം വധിച്ച ആ അപകടകാരിയായ വാനരന്റെ അടുത്തേക്ക് നമ്മുടെ ഇളയ പുത്രനെ തന്നെ പറഞ്ഞു അയച്ചുവല്ലോ. ദേവി, അക്ഷയൻ ഈ രാവണന്റെ രക്തത്തിൽ പിറന്നവനാണ്. അവൻ ആ പീറക്കുരങ്ങിന്റെ കരങ്ങൾ കൊണ്ട് വധിക്കപ്പെടുകയില്ല. അതിനെ നശിപ്പിച്ചിട്ടേ അവൻ മടങ്ങി വരൂ. അല്ലെങ്കിൽ പിടിച്ചു കെട്ടി വലിച്ചടിച്ചു കൊണ്ടുവരും. നീ കാത്തിരുന്ന് കണ്ടുകൊള്ളൂ. സ്വാമി, അശോകവനത്തിൽ അങ്ങ് അപഹരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന സീതയുടെ പവിത്ര ശക്തിയാണ് വാനരന്റെ രൂപമെടുത്ത് നമ്മുടെ ആളുകളെല്ലാം വധിച്ചു കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ അവളെ കൊണ്ടുപോയി അവളുടെ പതിയുടെ പക്കൽ ഏൽപ്പിച്ചിട്ട് വന്നാലും സ്വാമി, ഏൽപ്പിച്ചിട്ട് വന്നാലും. അത് വെറും വ്യാമോഹമാണ് ദേവി. സീതയുടെ പാതിവൃത്യം ഇവിടെ നാശം വിതയ്ക്കുമെന്നുണ്ടെങ്കിൽ എന്റെ പട്ടമഹർഷിയായ മണ്ടോദരിയുടെ പാതിവൃത്യം എന്നെ മാത്രമല്ല ഈ ലങ്കയെ തന്നെ കാത്തുരക്ഷിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ച് മനസ്സ് കുഴപ്പിക്കണ്ട. അക്ഷയൻ നല്ല സന്ദേശവുമായി തന്നെ വരും.